ഏട്ടൻ എന്നാലും എന്നെ എങ്ങനെ ചതിക്കാൻ തോന്നി? നന്ദു, താൻ ഇവിടെ ഇരിക്കുവായിരുന്നോ? ഇന്ന് കോളേജിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. തന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? താനെന്താടോ ഒന്നും മിണ്ടാത്തത്? തനിക്കെന്താ ഒരു ദേഷ്യം പോലെ? ഞാൻ ഏട്ടനോടൊരു കാര്യം ചോദിച്ചാ ഏട്ടൻ സത്യം പറയോ എന്നോട്? തന്നോട് ഞാനെന്തിനാ കള്ളം പറയുന്നേ? താൻ എന്താന്ന് വെച്ചാ ചോദിക്ക്. ഏട്ടൻ ഇന്ന് എന്തിനാ ഫ്ലവർ ഷോപ്പിൽ പോയത്? ഫ്ലവർ ഷോപ്പിലോ? അത് വേണ്ട, ഏട്ടൻ എന്നോട് ഒന്നും ഒളിക്കാൻ നോക്കണ്ട. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഏട്ടനോട് ചോദിക്കുന്നേ. നന്ദു, അത് പിന്നെ ഏട്ടൻ ഇനി പുതിയ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കണ്ട. ഞാൻ കേട്ടു, ഏട്ടൻ അമ്മയോട് സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? ഏട്ടന് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? നന്ദു, നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങള്. ഞാൻ ഞാൻ നിന്നോടെല്ലാം പറയാം. നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. വേണ്ട ഏട്ടാ, ഏട്ടൻ ഇനിയും കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ആരാ ആരാ അവള്? ഏട്ടൻ ഇന്ന് കാണാൻ പോയില്ലേ? അവൾക്കല്ലേ ഏട്ടൻ ഇന്ന് ഫ്ലവർ മേടിച്ചു കൊടുത്തത്? നന്ദു, നീ എന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുവാ. ഇന്നൊരു രാത്രി ഇന്നൊരു രാത്രി കൂടി നീ എനിക്ക് സമയം താ. നാളെ രാവിലെ നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പ്ലീസ്, അതുവരെ നീ വേറൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ. പ്ലീസ്, എന്റെ ഒരു അപേക്ഷയാണ്. ഏട്ടൻ നാളെ എന്നെ എവിടേക്കായിരിക്കും കൊണ്ടുപോകുന്നത്? എന്തായിരിക്കും ഏട്ടന്റെ ഉദ്ദേശം? എന്തായാലും ഏട്ടൻ പറഞ്ഞതുപോലെ ഇന്നൊരു രാത്രി കൂടി കഴിയട്ടെ. നാളെ നാളെ അറിയാലോ എന്തായാലും. അതുവരെ കാത്തിരിക്കാം.